നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെയും യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നുണ്ടോ? ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ കാണുന്നുണ്ട്. മേ ബി നിങ്ങളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പ് ബ്ലോക്ക് ആക്കി ഇരിക്കുന്നു. അതായത് ഒരു കോണ്ടാക്റ്റും ഇല്ലാണ്ട്, ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാണ്ട് ഇരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. മേ ബി നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഒരുപാട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. മേ ബി ഇവിടെ കുറച്ച് പേർക്കെങ്കിലും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നുണ്ട്. ഒരു ലേഡി ഫിഗർ ഇതിൽ വരുന്നതായിട്ട് നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട്. പക്ഷെ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരിക്കലും ആ വ്യക്തിയിൽ നിന്ന് നഷ്ടമാകാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെ ആ വ്യക്തി ഫൈറ്റ് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ വ്യക്തമാവുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവണം, നിങ്ങളുമായിട്ടൊരു ഫാമിലി റിലേഷൻഷിപ്പ് വേണം എന്ന് ആ വ്യക്തി ശക്തമായിട്ട് ആഗ്രഹിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സിറ്റുവേഷനിൽ ആ വ്യക്തിക്ക് ഉണ്ടായിരുന്ന ഒരു ഫിനാൻഷ്യൽ സ്ട്രഗിള് എൻഡ് ആവുന്നതായിട്ടും ഒരു ന്യൂ ഡോർ ഓപ്പൺ ആവുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പുതിയ പ്രകാശം, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാനിഫെസ്റ്റഡ് ആവുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു ഏഞ്ചൽ നമ്പർ ഇവിടെ കാണുന്നുണ്ട്. 11 എന്ന് പറയുന്ന ഒരു നമ്പറാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ടൈമാണിത്. നിങ്ങൾ എന്ത് മാനിഫെസ്റ്റ് ചെയ്യുന്നുവോ ആ കാര്യം നിങ്ങളിലേക്ക് എത്തപ്പെടുന്നു. അങ്ങനെ ഒരു യൂണിവേഴ്സൽ ബ്ലെസ്സിങ് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. മീൻസ് ആ വ്യക്തി നിങ്ങളുമായിട്ട് ഒരു കോണ്ടാക്റ്റിൽ വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. വളരെ പെട്ടെന്ന് എത്രയും വേഗം നിങ്ങൾക്ക് ഒരു മെസ്സേജ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കോൾ ചെയ്യാനോ സാധ്യതയുള്ളതായിട്ട് കാണുന്നു. അൺകണ്ടീഷണൽ ലവ്, അതായത് ആ വ്യക്തിക്ക് നിങ്ങളോട് വളരെ ആഴത്തിലുള്ളൊരു സ്നേഹമാണുള്ളത്. നിങ്ങൾ തമ്മിലുള്ളൊരു കെമിസ്ട്രി അങ്ങനെയാണ് എന്നാണ് യൂണിവേഴ്സിൽ നിന്ന് തന്നെ കിട്ടുന്ന മെസ്സേജ്. അഡിക്റ്റഡ്, അതായത് ആ വ്യക്തി നിങ്ങളുമായിട്ട് വളരെ അഡിക്ഷനിലാണ്. അതായത് ആ വ്യക്തിക്ക് ഒരിക്കലും നിങ്ങളിൽ നിന്ന് വിട്ടുപോകാനായിട്ട് കഴിയില്ല എന്നുള്ളതാണ് ഇവിടെ വ്യക്തമാവുന്നത്. എക്സ്പെക്ട് മിറാക്കിൾ, അതായത് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഒരു ഒരു മിറാക്കിൾ ആയിട്ടുള്ളൊരു കാര്യം നിങ്ങളുടെ ലൈഫിൽ നടക്കാൻ പോകുന്നു. അതും ഈ എസ്പെഷ്യലി ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു മിറാക്കിൾ സംഭവിക്കാൻ പോകുന്നു. അത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ചേഞ്ച് ആയിട്ടാണ് ഇവിടെ കാണുന്നത്. റൊമാൻറ്റിക് ഫീലിങ്സ്, ആ വ്യക്തിക്ക് നിങ്ങളോടിപ്പോൾ വളരെ അറ്റാച്ച്മെന്റ് തോന്നുന്ന സമയമാണ്. അതായത് മെന്റലി ഫിസിക്കലി ഒരുപാട് അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ അട്രാക്ഷൻ തോന്നുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഈ കറണ്ട് സിറ്റുവേഷനിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണോ ഉള്ളത് അതെല്ലാം മാഞ്ഞു പോയിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പുതിയ വെളിച്ചമായിട്ട് വളരെ നല്ല രീതിയിലുള്ള ഒരു തുടക്കം ഉണ്ടാവുന്നു. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക എന്നാണ് ഇവിടെ കാർഡ്സിലൂടെ നമുക്ക് വ്യക്തമാവുന്നത്. ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങൾക്ക് എന്തുതരം സെപ്പറേഷൻ ആണോ നിങ്ങളുടെ ലൈഫിലുള്ളത് ആ ഒരു സിറ്റുവേഷനിൽ ഒരു ചേഞ്ച് എന്തായാലും നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു. ആ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് ആഗ്രഹിക്കുന്നു. ആ വ്യക്തി നിങ്ങളെ വളരെ ആത്മാർത്ഥമായിട്ട്, വളരെ അൺകണ്ടീഷണൽ ആയിട്ട് ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. ഓക്കെ. ഒരു എനർജി ഇംബാലൻസ് സിറ്റുവേഷൻ ഈ ഒരു പേഴ്സണ് ഈ ഒരു സമയത്തുള്ളതായിട്ട് കാണുന്നുണ്ട്. അതായത് ചില സമയങ്ങളിൽ നിങ്ങളോട് വളരെയധികം ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം കാണിച്ചിട്ടുള്ള ഈ വ്യക്തി ചില സമയങ്ങളിൽ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളെ അവോയ്ഡ് ചെയ്ത് പോയതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഒരു സക്സസ് ഈ റിലേഷൻഷിപ്പിൽ കിട്ടുന്നില്ല. തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ഓവർ തിങ്ക് ചെയ്യാണ്. ഒരുപാട് നെഗറ്റിവിറ്റീസ് നിങ്ങളിലേക്ക് വരികയാണ്. ഈ വ്യക്തി വളരെ ജെന്യുവൻ ആയിട്ടുള്ള ഒരു വ്യക്തിയാണോ? ഈ വ്യക്തിയിൽ ഒരുപാട് ഡൗട്ട്സ് നിങ്ങൾക്ക് തോന്നുന്ന വിധത്തിൽ ഈ വ്യക്തി നിങ്ങളോട് പെരുമാറുന്നുണ്ട്. പല സമയങ്ങളിലും നിങ്ങളുടെ മുന്നിൽ ഈ ഒരു വ്യക്തി മുഖംമൂടി അണിഞ്ഞു നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇൻറ്റ്യൂഷണലി നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫീലിങ്സ് ഉണ്ട്. ഓക്കെ. അതായത് ഈ വ്യക്തിക്ക് ഈ ഒരു സമയത്ത് ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ്
മറ്റൊരു വ്യക്തിയോടോ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനോടോ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അത് ഈ വ്യക്തി നിങ്ങളിൽ നിന്നും ഒളിച്ചു വെച്ചിരിക്കുന്നതായിട്ട്, അതായത് പല കാര്യങ്ങളും നിങ്ങളോട് ഹൈഡ് ചെയ്ത് വച്ചിരിക്കുന്നതായിട്ട് ഇവിടെ വ്യക്തമാവുന്നുണ്ട്. മേ ബി ഈ റിലേഷൻഷിപ്പിൽ ഈ വ്യക്തിക്ക് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അല്ലെങ്കിൽ മറ്റൊരു റിലേഷൻഷിപ്പ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ ഈ വ്യക്തി നിങ്ങളോടുള്ള പ്രണയം ഹോൾഡ് ചെയ്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതായത് നിങ്ങൾ എത്രമാത്രം നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നു അതിൻ്റെ 1% പോലും ഉള്ള സ്നേഹം ഈ വ്യക്തി നിങ്ങൾക്ക് തരുന്നില്ല. അത് നിങ്ങൾക്ക് ഈ വ്യക്തിയോട് ഒരു ബാഡ് ഫീലിംഗ് നിങ്ങളിൽ നിന്ന് ഉണ്ടാക്കുന്നതായിട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഒരു യിൻ യാൻ എനർജി ഫീലിങ്സ് കാണുന്നത്. ചില സമയങ്ങളിൽ വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും അറ്റ് ദ സെയിം മൊമെന്റ് നിങ്ങൾക്ക് വളരെ നെഗറ്റിവിറ്റി ഈ വ്യക്തിയിൽ നിന്നും ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഹീലിംഗ് ഹീലർ ഓഫ് ദി ഏജസ് കാർഡ് കിട്ടിയിട്ടുണ്ട്. അതായത് നിങ്ങൾ ഈ ഒരു സമയത്ത് ഹീൽ ചെയ്യേണ്ടതായിട്ടുള്ള സമയമുണ്ട്. നിങ്ങൾ ഒരുപാട് ഈ ഒരു റിലേഷൻഷിപ്പിനെ ഓർത്ത് നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട്, ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത വിധം ഈ വ്യക്തി നിങ്ങളോട് പെരുമാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ പേർക്കും ഒരു കമ്മ്യൂണിക്കേഷൻ ഈ ഒരു സിറ്റുവേഷനിൽ ഇല്ലാത്തതായിട്ട് കാണുന്നുണ്ട്. മേ ബി ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത അവസ്ഥ അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. പല കാര്യങ്ങളും നിങ്ങളോട് ആ വ്യക്തി തുറന്ന് പറയുന്നില്ല. ഒരു കാര്യങ്ങളും നിങ്ങളോട് ഓപ്പണായിട്ട് പറയുന്നില്ല എന്നുള്ള ഒരു കാര്യം നിങ്ങൾ തമ്മിൽ ഒരുപാട് തവണ വാക്കുതർക്കം ഉണ്ടായിട്ടുണ്ടാവണം. നിങ്ങൾ പലതവണ ചോദിച്ച പല കാര്യങ്ങൾക്കും ആ വ്യക്തി ശരിയായിട്ടുള്ള മറുപടി തന്നിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഈ സമയത്ത് പലരും സ്പിരിച്വൽ ചേഞ്ച് ഉണ്ടാവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ആ ഒരു ഗ്രോത്ത് നിങ്ങളിലേക്ക് പലർക്കും വന്നിട്ടുള്ളതായിട്ടും കാണുന്നുണ്ട്. ഡെഫിനറ്റ്ലി ഈ പേഴ്സൺ ഈ ഒരു സമയത്ത് ഒരു സ്റ്റക്ക് സിറ്റുവേഷനിലാണ്. അതായത് ആ വ്യക്തിക്ക് വ്യക്തമായിട്ടുള്ളൊരു തീരുമാനം എടുക്കാൻ കഴിയാത്ത ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. നിങ്ങളോടുള്ള സ്നേഹം ഒരു വശത്തായിരിക്കാം, മറുവശത്ത് മേ ബി മറ്റൊരു റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്ട്രോങ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള കാര്യമോ ഈ വ്യക്തിക്കുണ്ട്. അപ്പോൾ ഏത് മാർഗമാണ് ചൂസ് ചെയ്യേണ്ടതെന്ന് ആ വ്യക്തിക്ക് അറിയുന്നുണ്ടാവില്ല. ഓക്കെ. മേ ബി കുറച്ച് പേർക്ക് ഈ വ്യക്തികൾ ഓൾറെഡി മാരീഡ് ആയിട്ടുള്ള വ്യക്തിയായിരിക്കാം. അതുമല്ലെങ്കിൽ ഈ വ്യക്തിക്ക് ഒന്നിൽ കൂടുതൽ റിലേഷൻഷിപ്പുകളുള്ള വ്യക്തിയായിരിക്കാം. ഓക്കെ.